ഓർത്തഡോക്സ് സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് 6 പള്ളികളുടെ ഉടമസ്ഥാവകാശത്തിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഇരു സഭകളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കും. വിപിൻ സി വിജയൻ ഈ വാർത്തയുടെ അപ്ഡേഷനുമായി കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. വിപിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം, അതിലെ സുപ്രധാന വിധി ഇന്ന് ഹൈക്കോടതി പറയും. വൈകിട്ട് 4 മണിക്കാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയുക. 6 പള്ളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കമാണ് ഇതിൽ നിലനിൽക്കുന്നത്. ഈ 6 പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുക്കണമെന്നുള്ളതായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. പക്ഷേ ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി പാലക്കാടും കൊച്ചിയിലുമായിരുന്നു. ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ച ഒരു ഘട്ടത്തിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോയിരുന്നു. അങ്ങനെ പ്രതിഷേധങ്ങൾക്ക് പോയതിനു ശേഷം അതൊരു കോടതി അലക്ഷ്യമാണ് എന്നുള്ളത് കാണിച്ച ഈ സഭ തന്നെ പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയിൽ ഇത് വന്നതിന് ശേഷം, അപ്പീൽ വന്നതിന് ശേഷം സർക്കാർ നേരെ സുപ്രീം കോടതിയിലേക്കാണ് പോയത്. സുപ്രീം കോടതിയിൽ ഇത് നടപ്പാക്കുന്നതിനുള്ള പ്രയാസങ്ങൾ അറിയിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് സുപ്രീം കോടതി പറഞ്ഞത് ഇത് കീഴ്ക്കോടതി തന്നെ ഇതിലൊരു തീരുമാനം എടുക്കട്ടെ എന്നുള്ള നിലപാട് സുപ്രീം കോടതി എടുക്കുകയായിരുന്നു. അങ്ങനെ കീഴ്ക്കോടതിയിൽ ഇന്നിപ്പോൾ ഈ കേസ് വരികയാണ്. ഇപ്പോൾ 6 പള്ളികളും പൂട്ടി അതിന്റെ താക്കോൽ ജില്ലാ കലക്ടർ സൂക്ഷിക്കണം എന്നുള്ളതായിരുന്നു സർക്കാർ എടുത്ത ഒരു തീരുമാനമുള്ളത്. അതിനുശേഷം ഇതിന്റെ ഉടമസ്ഥാവകാശം ആർക്ക് എന്നുള്ളതിൽ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വിധി വരികയും ചെയ്തു. സുപ്രീം കോടതിയാണ് അത് കീഴ്ക്കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ളതിലേക്ക് ഒരു തീരുമാനം എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ വിധിക്ക് ശേഷം മറ്റെന്തെങ്കിലും ഇതൊരു കോടതി അലക്ഷ്യമാണെന്ന് പറയുകയാണെങ്കിൽ പള്ളികൾ ഏറ്റെടുക്കുകയും അത് പറഞ്ഞ പോലെ തന്നെ ഓർത്തഡോക്സിന് കൊടുക്കുവാനും സർക്കാർ നിർബന്ധിതരായി തീരുമാനിച്ചു. ഇതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു വിധിയായിട്ട് മാറാനും സാധ്യതയുണ്ട്. എസ് കെ.